ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്നിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മണപ്പുറം വരെ പോവാം. ആലുവ മണപ്പുറം എന്ന് മിക്കവരും കേട്ടിട്ടുണ്ടാവും, ചിലവർക്ക് അറിയത്തില്ല, ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. 2 ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ മുട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ല, അവിടെ വീടിൻ്റെ വഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങളെങ്ങും ഇറങ്ങിയില്ല. ഇന്നാണ് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് മണപ്പുറം കണ്ടിട്ട് വരാമെന്ന് ഓർത്തു. അവിടെ വെള്ളം കയറി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങൾ മണപ്പുറം കാണാൻ പോകുമായിരുന്നു. ഈ പോകുകൊണ്ട് ചെറുക്കനുണ്ട്. ഇപ്പോൾ വെള്ളം ഇറങ്ങി നോക്കട്ടെ, പോയിട്ട് അതെ നോക്കട്ടെ, നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഞങ്ങൾ ചെല്ലട്ടെ. സ്റ്റാർട്ടാക്കിക്കോ. വരുമ്പോ എടുക്കാണോ? സപ്പോട്ടയുണ്ട്. സപ്പോട്ടന്റെ മരവും ഉണ്ട്. ഓ അതവിടെ ചേച്ചി ഇവിടെയൊക്കെ വെള്ളം കയറിയതാണ്. അതുകൊണ്ട് തന്നെ ചെളിയാണ്, പുല്ലിൽ ഫുള്ളും ചെളിയാണ്. ഇവിടെ ചേറാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ കയറി നോർമൽ മഴയിൽ ഇതൊക്കെ മുങ്ങും. പിന്നെ ചെളിയായിരിക്കും. ഇതിൽ നിറച്ചും ചെളിയാണ്. നമുക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ കുഴിഞ്ഞു പോകും. അങ്ങനത്തെ ചെളിയാണത്. ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഇല്ല തോന്നുന്നു. ഞാനവിടെ ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ വന്നത് ഇവിടെയാണ്, അപ്പുറത്ത്. അവിടെ ഈ ബൈക്ക് ഇപ്പോൾ ഓടിക്കുന്ന ബൈക്ക് ഞാൻ ഓടിക്കാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. പക്ഷെ നല്ല സ്ഥലമാണ്. ഞങ്ങൾ വേറെ വഴി കൂടെ പോവാം. ഇതിലെ ചെന്നാലും എത്തും. ഞങ്ങൾ മണപ്പുറം എത്തി. ഇതാണ് എൻട്രൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ ബാക്കിൽ കൂടെ വരണ പോലെ. ഇതാണ് എൻട്രൻസ്. വെള്ളമാണ്. അമ്പലത്തിനകത്ത് വെള്ളമുണ്ട്. വെള്ളം കടിച്ച് വീഴുന്നു. പട്ടി അത് പ്രാന്ത് പിടിച്ച പട്ടിയാ. വെയിൽ കൊള്ളുമ്പോഴേ പട്ടിക്ക് പ്രാന്തായി അല്ലേ? ഒരു ദിവസം മഴയല്ലേ, ഇന്ന് വെയിൽ പെട്ടെന്ന് പട്ടിക്ക് അങ്ങ് പ്രാന്തായി. ഇവിടെ ഫുള്ള് ചെളിയാണല്ലോ. നല്ല കാറ്റും നല്ല രസം. ഇതാ അവർക്ക് പുതിയൊരു ആളെ കിട്ടി. ഇവിടെ വന്ന് വണ്ടി നിർത്തിയതും അവൻ കൂടെ പോവാ. ഇത് പട്ടി ഇല്ലേ, സ്നേഹമുള്ള പട്ടി. ഒരു പട്ടി കടിക്കാൻ വന്നായിരുന്നു, അതിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് ചെളിയാണ്. അമ്പലം ഫുള്ളും ചെളിയായി കയറി കിടക്കുക. വെള്ളം അകത്ത് ഫുള്ളും ചെളി. എന്താ വെള്ളം. അതാ അവിടെയാണ് ഞങ്ങൾ കുളിക്കാറ്. ഇതിൻ്റെ അപ്പുറത്ത്
ഫുള്ള് ചെളി ആവശ്യം. ഇവിടെ വഴിയിടുന്നതുകൊണ്ട് വഴിയിട് വരുന്നില്ലേ, അതുകൊണ്ടാണ് ഇവിടെ മറ്റേ സ്ഥലം കെട്ടിയിരിക്കുന്നത്. അതൊക്കെ പൊന്തിയിരിക്കുന്ന പൊട്ടിപ്പോയി ഇതെല്ലാം. ഉണ്ടോ? ഇല്ല, പൊട്ടിയതല്ല അല്ലേ? പൊട്ടിയതല്ല, അത് അങ്ങനെയാണ്. അയ്യോ അയ്യോ ചെല്ലി വിളിച്ചു, അത് ഓടണം. സൗണ്ട് കേട്ടിട്ട്. ഏത് ആ പായല ഗൈസ് കണ്ടോ, ഇവിടെ കിടക്കുന്ന പായലൊക്കെ എന്നെ കൊണ്ട് പെറുപ്പിക്കുക. ഹലോ, ഇന്നലെ ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ ഇന്നും വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓൾറെഡി എത്തി. ഇവിടെ ഒരാൾ നീരായിട്ട് തുടങ്ങി. അതാ അമ്മേ അമ്മേ തോർത്തെടുത്തായിരുന്നു നീ? അവനും എടുത്തു, നമുക്കും എടുത്തു. ആണോ? ട്രെയിൻ പോകുന്നു. ഇത്തിരി ലോങ് ടൈം പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങി. കുറേ ആയി, മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ. നല്ല ആഴമുണ്ടോ? ആ, അന്നത്തെക്കാട്ടിലും കുറവല്ലേ? ഓ, കാല് കുഴിഞ്ഞു പോന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ ഉള്ള പോലത്തെ അല്ലേ? തണുക്കുന്നുണ്ടോ? ജസ്റ്റ് അവിടെ വരെ ഒന്ന് കൊണ്ടു. അവിടെ നിന്നോ. പശു ഉണ്ടായിരുന്നു, പശുവിനെ കണ്ടിട്ട് ഓടിച്ചു വിടാം പശുവിനെ അല്ലേ? ഞങ്ങൾ കുളിച്ചിട്ട് പോവാം. ഞാൻ വല്ലായിട്ട് തലേന്ന് നനച്ചില്ല, ചെറുക്കനെ പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ ഇറങ്ങി, പക്ഷെ നല്ല തണുപ്പായിരുന്നു. കഴിയും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അച്ഛനും മോനും കൂടെ പോകണം. അവൻ നല്ല രസത്തിൽ കുളിച്ച്, ചെറുക്കൻ കൊച്ച്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അതിന് കയറത്തില്ലെന്നുള്ള മട്ടായിരുന്നു. ബോബാ അതെ, അതെ വെള്ളത്തിൽ കഴിഞ്ഞ മാസം ചെറുക്കൻ്റെ പിറന്നാളിൻ്റെ അന്നല്ലേ വന്നത്? അന്നല്ലേ സ്വത്ത് വന്നു. കൊച്ചിന് ബർത്ത്ഡേ തന്നെ ജൂൺ 14 അല്ലേ? ജൂൺ 14 തീയതി ഞങ്ങളിവിടെ വന്നായിരുന്നു. അന്ന് നല്ല വെള്ളം കയറിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ നീന്തൽ അറിയത്തില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒഴുക്കിൽ ഞങ്ങൾ രണ്ടും ഒഴുകിപ്പോയി. എന്നിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡാണ് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു, കൂട്ടുകാരനെ കൊണ്ട് രക്ഷപ്പെടുത്തി. ഞങ്ങളങ്ങനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒഴുക്കിപ്പെട്ട് ചത്താനെ. ഞാനും ചേച്ചി പട്ട മഴേനെ.